അവളോട് അന്ന് റിപ്പോർട്ടർ വന്നിട്ട് ചോദിച്ചു, നിനക്ക് നിന്റെ നഷ്ടപ്പെട്ടു പോയ കൈ ദൈവം തിരിച്ചു തരാറെന്ന് വിചാരിക്കും, നീ എന്ത് ചെയ്താനെ? അപ്പൊ ചിരിച്ചുകൊണ്ട് അവള് പറഞ്ഞ്, അത് ഞാൻ വളരെ സ്നേഹത്തോടെ അങ്ങ് നിരസിച്ചാനെ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാനെ. കാരണം ഉണ്ടല്ല, ഈ രണ്ട് കൈയും വെച്ചിട്ട് എനിക്ക് കുറച്ചു പേരെ ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് എത്ര പേരെ വേണമെങ്കിലും ചേർത്ത് പിടിക്കാം. പറഞ്ഞത് ബെഥനി ഹാമിൽട്ടൺ ആണ്. 2003 ഹവായ് ബീച്ചില് സർഫിംഗ് ചെയ്യുന്നതിനിടയിൽ വെച്ചിട്ട് 13 വയസ്സുള്ളപ്പോഴത്തേക്കുമാണ് ബെഥനി ഹാമിൽട്ടനെ ടൈഗർ ഷാർക്ക് അറ്റാക്ക് ചെയ്യണത്. ഇടത് കൈയിന്റെ ഷോൾഡറിന്റെ കീഴ്പോട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി അവൾക്ക് സംഭവിച്ചു. സർജിക്കലി ആംപ്യൂട്ടേറ്റ് ചെയ്ത് മുറിച്ചു കളഞ്ഞു. ഒരു 13 വയസ്സുള്ള ഒരു കൊച്ചിനെ സംബന്ധിച്ച് അവളുടെ ലോകം തീർന്ന, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം അവസാനിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. അറ്റാക്കിന് ശേഷം 1 മാസം തികഞ്ഞില്ല, അപ്പോൾ തന്നെ അവള് സർഫിംഗ് ബോർഡായിട്ട് കടൽ തീരത്തെത്തി പ്രാക്ടീസ് തുടങ്ങി. അതെ, ഒരു സർഫറെ സംബന്ധിച്ചുകൊണ്ട് ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾ കുറെ പ്രാവശ്യം വീണ്, പക്ഷെ വീണ്ടും അവൾ എഴുന്നേറ്റ് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് 2005 NSSAയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അവള് ടൈറ്റിൽ വിൻ ചെയ്യാണ്. ബെഥനി ഹാമിൽട്ടൺ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ചില വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില പോരായ്മകളായിരിക്കാം, കുറവുകളായിരിക്കാം. ചിലതിനെയൊക്കെ നമ്മളൊന്ന് എഫേർട്ട് എടുത്താൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ എഫേർട്ട് എടുത്താൽ ചിലപ്പോൾ തിരിച്ച് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ടാവും. അവൾക്ക് അവളുടെ നഷ്ടപ്പെട്ടു പോയ കൈ അവൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. അതൊന്നും ഓർത്തിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന്.